السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. صدق الله العظيم. السلام عليكم. السلام عليكم ورحمة الله. بسم الله الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ കുറച്ച് നേരം നല്ല കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ഒരു അവസരം അള്ളാഹു തന്നതാണ്. ആ രീതിയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സദസ്സാക്കി അള്ളാഹു ഇത് മാറ്റി തരട്ടെ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഈ കുറഞ്ഞ സമയത്തുള്ളിൽ നടക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഒന്ന്, നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തേണ്ട ഏത് പാവപ്പെട്ട ആളുകൾക്കും ജീവിതത്തിൽ പകർത്താൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ. ഏത് പ്രതിസന്ധിയിലും അള്ളാഹു മാത്രം നമ്മുടെ രക്ഷയ്ക്ക് ഉണ്ടാവുള്ളൂ. അള്ളാഹുവിനെ പരയേൽപ്പിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുക, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, എന്നാൽ ഇഹപര വിജയം ഉണ്ടാവും എന്നുള്ള പരിശുദ്ധ തൗഹീദ് മുതൽ നിര്യാണൻ്റെ മേലെ വസ്ത്രം ഉണ്ടാവണം എന്ന് തുടങ്ങി ചെറുതും വലുതായ ഒരു 100 ചില്ലാന ഹദീസുകൾ, 75 ആയത്തുകൾ അടങ്ങിയ 64 പേജുള്ള ചെറിയൊരു പുസ്തകം. അങ്ങനത്തെ ചെറിയൊരു ബുക്കിൻ്റെ പ്രസാധനമാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ മിഷ്കാത്തി മൗലവി അവർകളാണ് നിർവഹിക്കുന്നത്. രണ്ടാമത്തത് കാര്യങ്ങൾ നമ്മളെ അസിസാക്കാനെയും സഹോദരി അലീമനെയും ആദരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അസിക്ക് താങ്ങും തണലായി നിൽക്കണ പെങ്ങൾ, അതാണ് ഇതിന് മാതൃക. ഇന്ന് അലീമനെ ആദരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദരവൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഒരു 10-14 കൊല്ലമായിട്ട് ആങ്ങളെ നോക്കണം. പക്ഷെ നമുക്കൊരു മാതൃക ഉണ്ട് അതിനകത്ത്. അലീമാനെ സംബന്ധിച്ചിടത്തോളം സംഗതി എന്താ വെച്ചാൽ, ഭർത്താവിൻ്റെ തണൽ നഷ്ടപ്പെട്ട് ഒരു കുട്ടിനെയായിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്ന് വളരെ ചെറു പ്രായത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ തീരുമാനിച്ചു ഇനിയൊരു സെക്കൻഡ് മാരേജ് വേണ്ട, എൻ്റെ സഹോദരനെ ഏതെല്ലാം കിടപ്പില്ല, ഇനി അവശേഷിക്കണ കാലം എൻ്റെ സഹോദരനെ ശുശ്രൂഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതിലാണ് എനിക്ക് പഠിച്ചോ ഹൈറെന്നത്. എൻ്റെ ഭർത്താവ് ഇല്ലാതെ ഞാൻ തിരിച്ചു വന്നത് പഠിച്ചോൻ്റെ ഒരു തർത്തീബാക്കല്ലേ, കാരണം എൻ്റെ ഈ സഹോദരനെ ഇനിയുള്ള കാലം എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നോക്കുക എന്നുള്ളതാണ് ഒരു വമ്പിച്ച ഉത്തരവ്. ഈ സമൂഹത്തിൽ ഭയങ്കര മാതൃകകളുണ്ട്. 5-10 കൊല്ലം ഭർത്താവിൻ്റെ കൂടെ താമസിച്ച് സുഖസുന്ദര 2-3 മക്കളായിട്ട് ഒരു രോഗം വന്ന സമയത്ത് ഇട്ടെറിഞ്ഞു പോയ സഹോദരിമാർ ജീവിക്കുന്ന സമൂഹത്തിൽ സ്വന്തം ജീവിതം മാറ്റി വെച്ചിട്ട് എൻ്റെ സഹോദരന് വേണ്ടിയിട്ട് ഇനി എനിക്കുള്ള കാലം അതങ്ങനെ ആയിരിക്കും എന്നൊരു പ്രതിജ്ഞ ചെയ്ത്, ഒരു ദൃഢപ്രതിജ്ഞ ചെയ്ത് പടച്ചോനായിട്ടൊരു കരാറ്, അതിനുള്ള ആരോഗ്യം കൊണ്ട പടച്ചോനെ. വയസ്സായ വാപ്പൻ്റെ ഇടയിൽ മരിച്ചുപോയി, ഉമ്മൻ്റെ ഇടയിൽ മരിച്ചുപോയി, ഏട്ടത്തിൻ്റെ ഇടയിൽ മരിച്ചുപോയി, എല്ലാ ആളുകൾക്കും താങ്ങും തണലുമായിട്ട്. എന്നാൽ ഓൽക്കൊന്നും വല്ലാതെ പരാശ്രയം കൂടുതൽ ഇത്ര ആവശ്യമില്ലെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ ഒപ്പത്തിനൊപ്പം നിന്ന് ഈ ഒരു സഹോദരനെ പൊന്നുപോലെ നോക്കണ ഒരു സഹോദരി. ഇത് ലോകത്തിന് മാതൃകയാണ്. നമ്മളെ ഒരു ആദരവുകൊണ്ട് അള്ളാഹ് ആദരിക്കണേന് പഠിച്ച റബ്ബ് സ്വർഗത്തിൽ ഉന്നത പദവി അവർക്ക് കൊടുക്കട്ടെ. ഇവിടെ ഇല്ലാതെ പോയൊരു ജീവിതം നാളെ സ്വർഗത്തിൽ ഓർക്കും നമുക്കൊക്കെ അല്ല തരട്ടെ. ഒരു ഉടപ്പറപ്പിന് വേണ്ടി ഇത്ര ത്യാഗം ചെയ്യുക, ഇതില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഒരു ഉടപ്പറപ്പിന്, ഒരു സഹോദരന് വേണ്ടി ജീവിതം നീക്കി വെച്ചൊരു സഹോദരിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ആദരവ് പഠിച്ച റബ്ബ് ആദരിക്കട്ടെ. നമ്മൾ ആദരവൊന്നും അല്ല, പക്ഷെ നമുക്ക് സമൂഹത്തിലൊരു മാതൃക ഉണ്ട്. നിങ്ങളെല്ലാവരും പറയണം, ഇങ്ങനെയൊക്കെ ഈ 5-5 ആണ് 10, 6-4, 7-3, 8-2, 1-9 10 കണക്ക് കൂട്ടുന്ന ടീച്ചർമാരും മാസ്റ്റർമാരും കൂട്ടെങ്കിലും കിടയിലൊക്കുമ്പോൾ മാത്രമാണ് ബന്ധങ്ങളൊരു കാലഘട്ടത്തിൽ എല്ലാവരും ചേർത്ത് പിടിക്കാൻ കഴിയുക എന്നുള്ളതാണ് ബിസ്മിൻ്റെ ഒരു സംഗതി. അതിൻ്റെ ജീവിക്കണ മാതൃകയാണ് അലീമ അസീസിൻ്റെ കാര്യത്തിലുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ മിഷ്കാത്തി മൗലവി അവർകൾ ഈ പ്രസാദനം നടത്തണം
ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മൗലവിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ വസഫിയിനാ വശഫീഇനാ വമൗലാനാ മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസ്സുന ഉലൈക റഫീഖ അമ്മാ ബഅദ്. أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد. ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സാരഥികളെ, സംസാരത്തിനൊരു പ്രസക്തിയുമില്ലാത്ത അപൂർവകളിൽ അപൂർവമായ ഒരു സദസ്സിനെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത് എന്നെനിക്കറിയാം. എന്തു പറഞ്ഞാലും ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളോട് അതിന് കിടപിടിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മൾ ഖിറാഅത്തിൽ കേട്ട ആ ആയത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ആയത്തുകൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് മരണം. ആക്സിഡൻ്റായി, കൊലപാതകമായി, അറ്റാക്കായി, സ്ട്രോക്കായി, സാധാരണ മരണമായി, രോഗമായി. പണ്ടൊക്കെ പത്രങ്ങൾ വായിക്കണമായിരുന്നു, ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണത്. ഒരു മരണവാർത്ത കേട്ടാൽ സാധാരണഗതിയിൽ നമ്മളൊക്കെ ചിന്തയിലുണ്ടാവുക, കുട്ടികൾ കഷ്ടപ്പെട്ടല്ലോ പഠിച്ചോനെ, ആ ഉമ്മാനെയും ബാപ്പാനെയും നോക്കാൻ ഇനി ആരുണ്ടാവുക, ആ പെണ്ണ് കഷ്ടപ്പെട്ടല്ലോ, ചെറുപ്പക്കാരിയായിരുന്നു എന്നിങ്ങനെ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ സാധാരണ ചിന്തിക്കാത്ത ഒരു മേഖല, ഈ മരിച്ചയാൾ ഇനി എന്താകും, അയാളുടെ അവസ്ഥ എന്തായിരിക്കും പഠിച്ചവനെ എന്ന് നമ്മൾ ആരും അധികം ആലോചിക്കാറില്ല. സത്യത്തിൽ ഒറ്റപ്പെട്ടത് ഈ കുടുംബമാണോ അയാളാണോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ഒറ്റപ്പെട്ടത് ആ കുടുംബമല്ല, ഒറ്റപ്പെട്ടത് മരിച്ച അയാളാണ്. ഫൈദാ നുഫിഖ ഫിസ്സൂരി ഫലാ അൻസാബ ബൈനഹും യൗമൈദിൻ വലാ യതസാഅലൂൻ. ഇനി അയാളുടെ മുമ്പിൽ അയാൾക്ക് ചോദിക്കാനും പറയാനും സഹായിക്കാനും അയാളെ ഒന്ന് കൈപിടിക്കാനും അയാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഒരാളുമില്ല. അയാളാവട്ടെ അയാളുടെ ഈ ലോകത്തിന് വേണ്ടിയിട്ടൊന്നും സമ്പാദിച്ചിട്ടുമില്ല. അപ്പം നമ്മൾ ജീവിക്കേണ്ടുന്നത് നമുക്ക് വേണ്ടിയാവണം. നമ്മുടെ പരലോകരക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഒരാളെ സഹായിക്കേണ്ടതും ഒരാൾക്ക് പിൻബലം നൽകേണ്ടതും ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും എല്ലാം നമ്മുടെ പരലോകരക്ഷ എന്ന ഒറ്റ ലക്ഷ്യത്തിലാവണം. ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅല. നിങ്ങളുടെ കർമ്മങ്ങൾക്ക് യാതൊന്നും പ്രതീക്ഷിക്കരുത് അള്ളാഹുവിൻ്റെ തൃപ്തിയല്ലാതെ വജ്ഹല്ലാതെ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദി ഹുവ ഇസ്മത്തു അംരി. അള്ളാഹുവിൻ്റെ ദീൻ എനിക്ക് നന്നാക്കി തരണേ. അതാണല്ലോ എല്ലാ വിജയങ്ങളുടെയും അടിത്തറ. വസ്ലിഹ് ലി ദുനിയായല്ലത്തി ഫിഹ മആശി. ഞാൻ ജീവിക്കുന്ന ഈ ലോകം ദുനിയാവും എനിക്ക് നന്നാക്കി തരണമേ. വസ്ലിഹ് ലി ആഖിറത്തില്ലത്തി ഫിഹ മആദി. ഞാൻ മടങ്ങേണ്ടത്, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അതെപ്പോഴും എൻ്റെ കാൽക്കീഴിൽ ചെരുപ്പിൻ്റെ വാറിനോളം അടുത്തുണ്ട്. കുല്ലുംറിഇം മുസബ്ബഹം ബി അഹ്ലിഹി വൽ മൗതു വദിനാ മിൻ സിറാക്കിൻ അലൈഹി എന്ന്
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസുഖമായി കിടന്നപ്പോഴേ കാണാൻ വരുന്നവരൊക്കെ ഇപ്പോൾ സുഖമാവും, നാളെ സുഖമാവും, മറ്റന്നാൾ സുഖമാവും, അങ്ങോട്ട് ബേജാറാവേണ്ടില്ല സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആളുകളുടെയൊക്കെ വിചാരമൊക്കെ നേരം വെളുപ്പിച്ചാൽ പെരയിൽ തന്നെ ഉണ്ടാവുന്ന കുല്ലുംരിയും മുസബ്ബഹം ബി അഹ്ലിഹി, പക്ഷേ വൽ മൗത്തു അദിനാമിൻ സിറാക്കിൻ അഹ്ലിഹി, ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്ത് മരണമുണ്ട് എന്നത് മനസ്സിലാക്കണില്ല മനുഷ്യന്മാർ എന്ന്. അപ്പോൾ ആ ലോകവും നീ എനിക്ക് നന്നാക്കി തരണമേ. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കോടും വജഅലിൽ ഹയാത്ത സിയാദത്തൻ ലി ഫീ കുല്ലി ഖൈർ, അള്ളാഹുവേ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും നന്മ ചെയ്യാൻ. നോക്കൂ നിങ്ങൾ, നമ്മുടെ വിളക്കുകളുടെ ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റ് അതാണ്. വജഅലിൽ ഹയാത്ത സിയാദത്തൻ ലി ഫീ കുല്ലി ഖൈർ, എല്ലാ നന്മകളും കഴിവിൻ്റെ പരമാവധി ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കാൻ തൗഫീഖ് ഏകണമേ റഹ്മാനെ. പിന്നെയോ വജഅലിൽ മൗത്ത റാഹത്തൻ ലി മിൻ കുല്ലി ശർ, മരണം ദുനിയാവിൽ അനുഭവിച്ച എല്ലാ ബേജാറുകളുടെയും വിഷമങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും അവസാനമാക്കണമേ. അവിടെ നിന്ന് അങ്ങോട്ടാണ് കഷ്ടപ്പാടെങ്കിൽ അതിന് അറ്റമില്ല. അവിടെ വരെയുള്ള ഏത് കഷ്ടപ്പാടും അതോടുകൂടി അവസാനിക്കും. അപ്പോൾ ഈ ഒരു ലക്ഷ്യം, ഇതായിരിക്കണം നമ്മുടെ ജീവിതം. ഇതിന് പ്രവാചകന്മാർ പഠിപ്പിച്ച പരിശുദ്ധ തൗഹീദ് അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിനോട് ആദരവുണ്ടാവണം, കൃത്യമായ ആരാധന ഉണ്ടാവണം, കൃത്യമായ ഇടപെടലുകളിൽ കൃത്യതയും സൂക്ഷ്മതയും ഖാലിസായ നിയ്യത്തും ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുക. നോക്കൂ നിങ്ങൾ, നമ്മൾ കേട്ട ഒരായത്തുന്ന വലക്കത് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നമ്മൾ പറയാ സിലാഹുൻ ദു ഹദ്ദൈൻ എന്ന് ഞങ്ങൾ അറബിയിൽ പറയാം. ഇരുതല മൂർച്ചയുള്ളൊരായുധമാണത്. നിങ്ങളെ സംവിധാനിച്ചതും സൃഷ്ടിച്ചതും നാമാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മന്ത്രണങ്ങൾ പോലും ഞാൻ അറിയും. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, നിങ്ങളുടെ ജീവനാഡിയേക്കാൾ അടുത്ത് നിങ്ങളോടൊപ്പം ഞാനുണ്ട്. രണ്ട് തലത്തിലാണ് അർത്ഥസാധ്യതയുള്ളത്. ഒന്ന്, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും എനിക്കറിയാം, ഞാനുണ്ട് നിങ്ങളോടൊപ്പം. ബേജാറാവേണ്ടതില്ല, പേടിക്കേണ്ടതില്ല, സന്തോഷിക്കുക, സമാധാനിക്കുക, ക്ഷമിക്കുക, ഞാനുണ്ട്, പരിഹാരമുണ്ടാകും. ഞാൻ തീരുമാനിച്ച ഒരു ദിവസത്തിൽ സമയത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും ഞാൻ, ബേജാറാവരുത്. മറ്റൊന്നെന്താ, അടങ്ങിയൊതുങ്ങി ജീവിച്ചു കൊള്ളണം. അല്ലേ? ഈ രണ്ടാമത്തെ അർത്ഥം സാധാരണ നമ്മൾ പറയാം, അടങ്ങിയൊതുങ്ങി മാനം മര്യാദയ്ക്ക് ഞാനും എൻ്റെ പ്രവാചകനും പഠിപ്പിച്ചതനുസരിച്ച് സൂക്ഷ്മതയോടെ ഈമാനോടെ തഖ്വയോടെ ജീവിച്ചു കൊള്ളണം. വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ എവിടെയെങ്കിലും വല്ല മൈന്യൂട്ടായ ന്യൂനതകളുമുണ്ടെങ്കിൽ അത് ഞാൻ അറിയും എന്ന് തിരിച്ചറിയുക. നിങ്ങൾ അവസാനം എന്താ അറിയൂ? വജാഅത്ത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുന്ത മിൻഹു തഹീദ്, ഓടി ഒളിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മരണത്തിൻ്റെ വെപ്രാളം, അത് ഒരു നാൾ വരും. ആ വരുന്നത് വരെ ജീവിതം എങ്ങനെ വിശുദ്ധമാക്കാം എന്നതാണ് നമ്മൾ പഠിക്കുക. കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക. സുൽത്താൻ അയ്യൂബിയുടെ കഥ വായിക്കുമ്പോൾ കിട്ടുന്നൊരു സംഭവം, അദ്ദേഹം അങ്ങാടിയിലൂടെ ഇങ്ങനെ ആളുകളുടെ ക്ഷേമാന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു രത്നവ്യാപാരിയുടെ കടയിൽ കയറും. അയാളുമായി സംസാരിച്ചിരിക്കുമ്പോൾ അയാളോട് ചോദിക്കും, നിത്യം ജീവിതം എങ്ങനെ ഉണ്ടെന്ന്. കഷ്ടപ്പാടാണ് സർ, രത്നവ്യാപാരിയാണ്. അപ്പോൾ കച്ചവടം എങ്ങനെ? ഒരു കുഴപ്പമില്ലാതെ എങ്ങനെ പോണ്. എന്ത് കിട്ടും ഒരു ദിവസം? ഏകദേശമൊക്കെ ഒരു 10,000 ദീനാറൊക്കെ ദിവസം ലാഭം. ആൾ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് രാജാ സദസ്സിൽ നിന്ന് കൊട്ടാരത്തിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം എന്നൂടെ പറഞ്ഞാളെ. അയ്യൂബി ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങും. കുറച്ചാണ്ട് പോകുമ്പോൾ ഒരാൾ വീട്ടിലുണ്ടാവും. അയാളുടെ തോർത്തുമുണ്ട് അടുത്തിട്ടുണ്ടാവുക, താടിയൊക്കെ ഉണ്ടാവും, ഒരു വയസ്സ് അങ്ങേ അറ്റത്തെത്തി. തോളിലൊരു വല ഉണ്ടാവും, പഴയ വട്ടല, ഓർമ്മയുണ്ടല്ലോ എനിക്കില്ലേ? കയ്യിലൊരു കൂട മീനും ഉണ്ടാകും. അപ്പോൾ അയാൾ സുൽത്താനെ കാണുമ്പോൾ അങ്ങനെ ഒതുക്കി നിന്ന് സലാം പറയും. സുൽത്താൻ അയാളോട് പോയിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാ ഖൈറാണ്, ഒരു പ്രയാസമില്ല,
എന്ത് കിട്ടുമോ നീ പണിയെന്ന്? ചിലപ്പോൾ ഒരു 50 ഉറുപ്പ്യ ഡെയിലി കിട്ടും. എന്നിട്ട് അതെന്ത് ചെയ്യും? അത് ഞാൻ 10 ഉറുപ്പ്യ സദക്ക കൊടുക്കും, 10 ഉറുപ്പ്യ സൂക്ഷിച്ച് വെക്കും, 10 ഉറുപ്പ്യ കടം കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ 50 രൂപയെ 5 മാറ്റും. അപ്പോൾ സുൽത്താൻ അന്തം വിട്ടുപോകും. എന്നിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് കൂട്ടുകാരോട് പറയും, അൽ ഖനാഅത്തു കെൻസുൻ ലാ യൻഫദ്ന, ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നത് വല്ലാത്ത ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു നിധിയാണ് എന്ന്. അപ്പം നമുക്കൊരു മരണമുണ്ട് എന്ന് കാണുക. മരിക്കാൻ വേണ്ടി എങ്ങനെ നമ്മുടെ മരണം നമുക്ക് നന്നാക്കാൻ കഴിയും, നമ്മുടെ മരണാനന്തര ജീവിതം നമുക്ക് എങ്ങനെ മനോഹരമാക്കാൻ കഴിയും എന്ന് ചിന്തിക്കാനും പഠിക്കാനും മാറാനുമുള്ളതാണ് ജീവിതം. അത്തരമൊരു ജീവിതത്തിന് നോക്കൂ, നിങ്ങൾ അണഞ്ഞു പോകാത്ത വിളക്ക് എന്നാണ്. നമ്മുടെ 110 വോൾട്ടിൻ്റെ അല്ലെങ്കിൽ 200 വാട്ടിൻ്റെ 10 വാട്ടിൻ്റെ 15 വാട്ടിൻ്റെ ബൾബ് ഇവിടെ അടഞ്ഞ് കെട്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ അത് കാണാൻ നമുക്ക് കണ്ണില്ലാതാവുന്ന ഇടത്ത് നിന്ന് മറ്റൊരു വിളക്ക് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരേണ്ടതുണ്ട് അല്ലേ? ഒരിക്കലും അണയാത്ത ഒരു വിളക്ക് തെളിയേണ്ടതിന് ഇഫ്തഹു ലഹു ബാബം മിനൽ ജന്ന വ അഫ്രിസു ലഹു ഫുർശം മിനൽ ജന്ന. ഇതാ എൻ്റെ ആ അടിമക്ക് സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ തുറന്നു വെച്ചേക്ക്, അവൻ അതിൻ്റെ വെളിച്ചവും സൗരഭ്യവും സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കട്ടെ. വ അഫ്രിസു ലഹു ഫുർശം മിനൽ ജന്ന, എൻ്റെ ഈ അടിമക്ക് സ്വർഗത്തിൽ അവന് വെച്ച കട്ടിലുകളിൽ നിന്നൊരു കട്ടിലും അതിലേക്കൊരു നല്ല വിരിപ്പും കൊടുത്തേക്ക്. വനം കനൗമത്തിൽ അറോസ്, സംതൃപ്തനായ ഒരു മണവാളനെ പോലെ ഉറങ്ങിക്കോ എന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പര്യാപ്തമാക്കുന്നതാണ് ഈ ഗ്രന്ഥം. ഇതിൻ്റെ രചനയ്ക്ക് വേണ്ടി ഈ തിരക്കിനിടയിൽ സമയം മാറ്റിവെക്കാൻ നിശ്ചയിക്കാൻ കണ്ട പ്രിയപ്പെട്ട ബഷീർക്കാക്ക് അള്ളാഹു ഒരുപാട് ആയുസ്സും ഒരുപാട് ഈമാനും ഒരുപാട് തഖ്വയും ഒരുപാട് ഹിദായത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇത് കൃത്യമായി വായിച്ച് കൃത്യമായി പഠിച്ച് ജീവിതത്തിൽ പാലിച്ച് ബഷീർക്കാരുടെ കൈകൾക്ക് ശക്തി പകരാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ നമ്മൾ മരിക്കുകയാണെങ്കിലും റബ്ബിൻ്റെ തൃപ്തരായ ദാസന്മാരായി ഇഷ്ടക്കാരായി യാ അയ്യുത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നത്തി എന്ന് മലക്കുകളാൽ ആശംസിക്കപ്പെടുന്ന സമാധാനമടഞ്ഞ ആത്മാവേ മടങ്ങിക്കോളൂ, വന്നോളൂ എൻ്റെ സ്വർഗത്തിലേക്ക്. നിന്നെപ്പോലെ മനോഹരമായി ജീവിതം ആസ്വദിച്ച് തീർത്ത തഖ്വയുള്ള എൻ്റെ അടിയാറുകളുണ്ടവിടെ, അവരോടൊപ്പം ചേർന്നോളൂ. ഒരു കഷ്ടപ്പാട് ഇനി ഉണ്ടാവുകയില്ല, ദുഃഖമുണ്ടാവുകയില്ല എന്ന് ആശംസിക്കപ്പെടുന്ന വിശുദ്ധരിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വ ഹബീബിന മുഹമ്മദിൽ അമീൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാന്യരും പ്രിയമുള്ളവരുമായ വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, ഇവിടെ മൗലവിയുടെ ഉത്ബോധന പ്രസംഗം കുറച്ചുകൂടി കേട്ടിരിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കാനും ഒക്കെ മൗലവി ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ നടത്തി. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ഒരു യാത്രയിലാണ്. നമ്മൾ ഈ യാത്ര അവസാനിക്കുക നമുക്കറിയാം നമ്മൾ നാളെയുള്ള പരലോക ജീവിതത്തിലാണ്. ആ ജീവിതം വിജയിപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്തു. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ബഷീർക്ക് അടക്കമുള്ള എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും സർവശക്തൻ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അള്ളാഹു നൽകിയ കാരുണ്യമാണ് എന്നാണ് നമ്മളെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെയാണ് കൂടുതലായിട്ട് പരീക്ഷിക്കുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളതും പ്രവാചകന്മാർക്കാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതയാത്രയിൽ പല പരീക്ഷണങ്ങളും നേരിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്
ഞാൻ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമയാണ് എന്ന ആ ഒരു വിശ്വാസമാണ്. അതിൽ ക്ഷമ പാലിക്കുമ്പോഴാണ് നമ്മൾ വിജയികളാകുന്നത്. അതിന് നമുക്ക് സന്തോഷ വാർത്തയുണ്ട്, നമുക്ക് നല്ല പ്രതിഫലവുമുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ ബഷീർക്ക് സ്വാഗത സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ ഓരോവർക്കൊക്കെ നിറഞ്ഞ പുഞ്ചിരിയോ നിറഞ്ഞ മനസ്സും, ആ ഒരു മനസ്സ് ചിലപ്പോൾ പൂർണ്ണ ആരോഗ്യവും സമ്പത്തും സൗഭാഗ്യവുമുള്ള പല ആളുകളെയും കാണുമ്പോൾ നമുക്ക് ആ ഒരു നിറഞ്ഞ പുഞ്ചിരി കാണാൻ സാധിക്കാറില്ല. നമ്മളൊരു പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ പല വേദിയിലൂടെയും പോകുമ്പോൾ ആ ഒരു അനുഭവങ്ങൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കി തരുന്നത്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കുറേ ഭിന്നശേഷിക്കാരായ ആളുകളുടെ വീടുകൾ സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ആ വീടിനുള്ളിൽ നിന്ന് വല്ലാതെ പുറത്തിറങ്ങി പോവാൻ കഴിയാത്ത അവർക്ക് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ വല്ലാത്തൊരു ചിരിയും വല്ല ഹൃദയം നിറഞ്ഞ ഒരു പുഞ്ചിരി ഉണ്ടല്ലോ, ആ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള പുഞ്ചിരിയും അവരുടെ ഭാഷയിലുള്ള, ചിലർക്ക് പിന്നെ ബുദ്ധിപരമായൊക്കെ പ്രയാസമുള്ള എന്നാലും അവരുടെ ഭാഷയിലുള്ള സന്തോഷവുമൊക്കെ കാണുമ്പോൾ വല്ലാത്ത ഒരു പഠിച്ചവനെ നമ്മൾ ഒരുപാട് സ്തുതിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. കാരണം ആ മാതാക്കൾ വളരെ പ്രയാസപ്പെട്ട് അവരെ പരിപാലിക്കുമ്പോഴും ആ മാതാക്കളുടെ ഉള്ളിലും സന്തോഷവും പുഞ്ചിരിയും തന്നെയാണുള്ളത്. അത് പ്രത്യേകം അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് നടുവിൽ കഴിയുന്ന ആളുകൾക്ക് പോലും അങ്ങനെ പുഞ്ചിരിക്കാൻ സാധിക്കില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ ഖദറിലുള്ള ഒരു വിശ്വാസവും അതിലുള്ള സംതൃപ്തിയും ഒക്കെ പ്രകടിപ്പിച്ചുള്ള ഒരു മുന്നോട്ടുള്ള ഒരു ജീവിതമാണ് ആ കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട ഹലീമയെ ആദരിച്ചു. ഇവിടെ സൂചിപ്പിച്ച പോലെ ഹലീമയ്ക്കുള്ള ആദരവ്, ഏറ്റവും വലിയ ആദരവ് നാളെ പരലോകത്ത് സർവശക്തൻ നൽകുമാകട്ടെ. പ്രിയപ്പെട്ട ഹലീമ തൻ്റെ ജീവിതം തൻ്റെ സഹോദരനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് അത് ഒരുപാട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇഷ്ടമുള്ള, അള്ളാഹുവിൻ്റെ പ്രീതിയുള്ള അതിനുള്ളൊരവസരമാണ് ഹലീമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇവിടെ പ്രിയപ്പെട്ട ഉപ്പമാർ മരിച്ച മക്കൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ മരിച്ച സഹോദരിമാരും ഒക്കെ ഉണ്ടാകാം. ഇതൊക്കെ നമ്മുടെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളൊരു പരീക്ഷണമായിട്ട് അതിനുള്ള ഒരു ഞങ്ങൾക്ക് അള്ളാഹ് ഞങ്ങളോട് ഉള്ള ഇഷ്ടം കൊണ്ടാണ് ഞങ്ങളെ മാത്രം ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ അടുത്തും പ്രാർത്ഥിച്ചും കൊണ്ടും തന്നെ മുന്നോട്ട് പോവുക. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ആദരവ് കൊടുക്കുന്ന ഒരുപാട് ആദരവ് ചടങ്ങുകളിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ 2005 ഒരു ജനപ്രതിനിധിയായി തുടങ്ങിയത്. അന്ന് മുതൽ ഇങ്ങനെ, പക്ഷേ ഇത്രയും വലിയൊരു ആദരവ് നൽകാൻ സാധിച്ചതിന് അവസരം തന്നതിന് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അതിന് അവസരം തന്ന ബിസ്മിക്കും അതിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അപ്പോൾ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് നമ്മളെ പരിശുദ്ധ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ജീവിതവും മരണവും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് നോക്കുന്നതിന് വേണ്ടി എന്ന ആ ഒരു വിശ്വാസം നമ്മളിൽ ഉള്ളപ്പോൾ തന്നെയാണ് ഈ ആളുകളൊക്കെ ഈ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കൂടുതൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അവസരം തന്നതിന് ഒന്നുകൂടി നന്ദി അറിയിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും. നമ്മളെ ഈ വേദിയിലും ഇരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സുഹൃത്തിനികൾക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഇത്രയും വർഷം എൻ്റെ പഴയ അനുഭവം എന്ന് പറഞ്ഞാൽ 34 വർഷം ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു വീൽ ചെയർ കിട്ടാനും കൂടി ഒരു 5-6 മാസമൊക്കെ നമ്മളെ ആളുകളൊക്കെ നമ്മളെ സന്ദർശിക്കാനും, വീടിക്ക് വഴിയില്ലാത്ത അവസ്ഥ സന്ദർശിക്കാനൊക്കെ ആളുകൾ വരും. പിന്നീട് അന്നൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പം ആളുകളുണ്ടെന്ന് അറിഞ്ഞിട്ടേ അപ്പുറത്തെ ആളുകൾ പറയും അസീസിൻ്റെ അടുത്ത് ജുമ അടുത്തുള്ള ആളുകളുണ്ടെന്ന്. പിന്നെ വീട്ടിലെത്തി ഒരു 2-3 മാസമൊക്കെ ആളുകളൊക്കെ ഇഷ്ടംപോലെ വരും. പിന്നീട് 9 വർഷം കഴിഞ്ഞ ശേഷമാണ് ഇത്തരം സംഘടനകളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അപ്പോൾ 9 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഗവൺമെൻറ്റിൽ അപേക്ഷ കൊടുത്തൊരു 3 വർഷം കഴിഞ്ഞിട്ട് ഒരു വീൽ ചെയർ
സാധാ വീൽ ചെയർ കിട്ടണത്. സാധാ വീൽ ചെയർ കിട്ടിയിട്ടും കാര്യമില്ല, വഴിയൊന്നുമില്ല. അപ്പം അനിയന് പെങ്ങളും പാടെ ഉടിച്ചിരുത്തിന്നെ ഇരുത്തിയാണ്ട് ഞാൻ ഇരുന്ന് സന്തോഷം വീട്ടിലിങ്ങനെ ഇരിക്കുക. അപ്പം അനിയൻ പറഞ്ഞു നമ്മൾ പുറത്തുനിന്ന് പോവുക. അപ്പോൾ ഇതിൽ നമ്മൾ പോവുക വെച്ച്. അപ്പോൾ ഞാൻ കൊണ്ടുപോയിക്കോളാം. അതോടു കൂടെയൊക്കെ അപ്പുറത്തൂടെയൊക്കെ കയറ്റി മറിച്ച് ബസ്സിറാക്കൊക്കെ കണ്ടണം ആ ഗ്രൗണ്ട്, അവിടെ പന്ത് കളിക്കാനും ഇതാക്കാനൊക്കെ. അപ്പോൾ ആളുകളെ കാണാൻ തന്നെ മടി എനിക്ക്. ഞാൻ പറഞ്ഞു ഞാൻ പോരുന്നില്ല. 9 വർഷം ഇങ്ങനെ ആളുകളെ കാണാതെ നിന്നിട്ട് ആളുകളെ കാണാൻ തന്നെ ഒരു പ്രയാസം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇതായാണ്ട് അനിയനെ എപ്പോഴും കിട്ടൂലല്ലോ. 1-2 ദിവസമൊക്കെ അനിയൻ അങ്ങനെ കൊണ്ടുവന്ന് പിന്നീട് പോകാം. എനിക്ക് ആളുകളെ കാണാതെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറി. വൈകുന്നേരം ആയാൽ എന്താ ഇപ്പം ചെയ്യാൻ? അപ്പോൾ പെങ്ങൾ ആരെങ്കിലും വിളിച്ച് 2 വേണം ഇരുത്താൻ. ഇരുത്തിയിട്ട് പെങ്ങൾ അതുവരെ ഉണ്ടാക്കും ആ ഗ്രൗണ്ട് വരെ. അവിടെ എന്തെങ്കിലും കളിയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ആളുകളെ കാണാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ മാറ്റി. പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഉന്തും അങ്ങോട്ടും ഉന്തി കൊണ്ടുപോകും. ഒരു 15 മീറ്ററോളും പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളിൽ കൂടെ ഉന്തി കൊണ്ടുപോകണമെങ്കിൽ. പിന്നെ ഓക്ക് ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ ഉന്തിക്കൊണ്ടാനൊന്നും വയ്യാത്തൊരവസ്ഥയിൽ വന്നപ്പോൾ ഒരു അള്ളാൻ്റെ അനുഗ്രഹത്താൽ എനിക്കൊരു വീൽ ചെയർ. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ ഒറ്റക്കൊക്കെ ഇങ്ങനെ ഇറങ്ങലെടുത്തി അവിടെ വരെ. ഇങ്ങോട്ടൊന്നും അരീക്കോട് ഭാഗത്തേക്കൊന്നും അന്ന് ഇറങ്ങാൻ വെച്ചാൽ അതിനത്ര കപ്പാസിറ്റി ഇല്ല വണ്ടി. അപ്പം അങ്ങനെ ഒരു 4.5 വർഷം ഉപയോഗിച്ചു. പിന്നീട് ഇങ്ങനെ ഒരു വീൽ ചെയർ കുറച്ചുകൂടി കപ്പാസിറ്റി ഉള്ളതൊക്കെ കിട്ടി. അങ്ങനെ പുറത്തൊക്കെ വൈകുന്നേരം ഒന്നിങ്ങനെ ഇറങ്ങും. അപ്പോൾ എനിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ കൊറോണയുടെ മുന്നേ പരിപാടിക്ക് വന്നതാണ് ഞാൻ. പെങ്ങൾ ഉണ്ടായാലും എനിക്ക് ധൈര്യം. പെങ്ങളൊരു ഭാഗം താങ്ങിയാൽ ഏത് വളണ്ടർമാരുണ്ടായാലും ഒരു ഭാഗം ആരെങ്കിലുമൊക്കെ താങ്ങിയാലും ഒരു ഭാഗം ഓളെ തന്നെ വേണം. അപ്പം ഇപ്പം മുട്ടുംകാലിനും ഉരക്കൊക്കെ വേദന ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇന്ന് വരെ 34 വർഷമായിട്ടും ഇന്ന് വരെ ഉപ്പ ഉമ്മ ഒക്കെ അങ്ങനെ ഭക്ഷണം തരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നല്ലാതെ ബാത്റൂമിൽ പോവുക, കുളിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഇന്ന് വരെ പെങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്തത്. ഓളെ കാര്യത്തിന് ഓള് മുൻതൂക്കല്ല, എൻ്റെ കാര്യത്തിനാണ് മുൻതൂക്കം. എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് പെങ്ങൾ ഓളെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ ഓക്കൊരു മോനുണ്ട്. മോന് അപ്പോൾ ഓള് തയ്യൽ വീട്ടിൽ വെച്ച് തയ്യലും ചെയ്യും. ഇനി നോക്കി അങ്ങനാണ്ട് ജീവിതം കഴിഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ അതുപോലെ തന്നെ വളരെ കഷ്ടപ്പാടുള്ള അന്നത്തെ കാലത്തൊന്നും എൻ്റെ നാട്ടിലൊന്നും എല്ലാ ഗൾഫുകാരും ആരുമില്ല, ഒക്കെ സാധാരണക്കാരാണ്. ഒരു 100 റുപ്യ നമ്മൾ എങ്ങോട്ടെങ്കിൽ പോയാൽ വണ്ടിക്ക് ചോദിച്ചാലും കൂടി കിട്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ ഏതായാലും വളരെയധികം സന്തോഷം. ഈ വിസ്മയ എന്ന സംഘടനയായിട്ട് ഞാൻ ബന്ധപ്പെട്ട കാലത്ത് 16 വർഷമായി. അന്ന് ഉമ്മ ഉണ്ടായിന്. അന്ന് നിന്നിട്ട് നല്ല മഴ കേട്ടോ. ഫസ്റ്റിലെ നോമ്പിന് കിറ്റും കൊണ്ട് വരിക. അപ്പോൾ അന്ന് അവിടെ ആ ഗ്രൗണ്ടിൻ്റെ അടുത്ത് നിർത്താനേ പറ്റുള്ളൂ, വണ്ടിയൊന്നും ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാത്ത കാലം. അപ്പോൾ 3 ഇതുണ്ട് ചാക്കുണ്ട്. 2 അരിയും 1 മറ്റുള്ള പല വ്യഞ്ജനങ്ങളും അടങ്ങിയതാണ്. അപ്പോൾ 2 പേരാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആളെ എനിക്കിപ്പോൾ ഇതിലുണ്ട്, ആരാണ് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അവർ 2 പേരും ഓരോ ചാക്ക് കൊണ്ടുവന്ന്. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് വല്ലാത്ത സന്തോഷം. അങ്ങനത്തെ ഒരു സംഭവം ഫസ്റ്റിൽ കിട്ടുക. ഉമ്മ പിന്നെ 2 പ്രാവശ്യം ഉമ്മക്ക് കാണാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. അത് വെക്കാൻ സ്ഥലമല്ല, വെക്കാൻ ഈ മഞ്ചൻ്റെ ഇതൊക്കെ കേടുന്നാണ്. അതിൽ ഉമ്മക്ക് വരുമ്പോൾ ബേജാറ്, ഇത് വെക്കണമല്ലോ നല്ല സ്ഥലത്തേക്ക് വെക്കണമല്ലോ എന്നുള്ള ഇതാണ്ട് ബെഞ്ചൊക്കെ നന്നാക്കാൻ ആശാരനൊക്കെ വിളിച്ച് ഒക്കെ ശരിയാക്കിയാണ്ട് വെച്ച്. അങ്ങനെ 2 കൊല്ലം ഉമ്മക്ക് കാണാൻ അനുഭവിച്ച് നല്ല സന്തോഷമുള്ള സംഗതിയാണ്. ഏതായാലും വളരെയധികം സന്തോഷം. എല്ലാവർക്കും കാണാൻ കഴിഞ്ഞാലും ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുകയാണ്. പരിപാടി സംഘടിപ്പിച്ച നമ്മളെ വിസ്മി സംഘാടകർക്കും അതുപോലെ തന്നെ ഇത് കേട്ട് നിൽക്കാൻ വന്ന നമ്മളെ സഹോദരന്മാർക്കും നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെല്ലാവരും മരണമടയും എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഭൂമുഖത്ത് വെച്ച് നാം ചെയ്ത നമ്മുടെ ആ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതും ആ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതുമായ ഒരു നാളുണ്ട്. ആ നാളേക്ക് വേണ്ടിയുള്ള
പ്രവർത്തനങ്ങൾ ആ നാളിനെ സമ്പുഷ്ടമായ ഒരു നാളായി കാണാൻ, അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യമാകുന്ന സ്വർഗം അത് ലഭ്യമാകാൻ നാം കർമ്മനിരതരാകണം. അപ്പോൾ ഓരോ സഹോദരങ്ങളും നമ്മാൽ കഴിയുന്ന നമ്മുടെ ആരോഗ്യം, നമ്മുടെ മറ്റ് കഴിവുകൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തി മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ഇബാദത്ത് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത്. നമുക്ക് കഴിയുന്ന രീതിയിൽ റബ്ബുമായി നമ്മൾ കൂടുതൽ അടുക്കുക. ഏതായാലും അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണത്തെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പരീക്ഷണം നമുക്ക് പ്രതിഫലാർഹമായി തീരാൻ എന്താണോ എനിക്ക് ചെയ്യാൻ സാധ്യമാകുന്നത് അത് നമ്മൾ ചെയ്യുകയാണ് വേണ്ടത്. ഏതായാലും റബ്ബിൻ്റെ പരീക്ഷണം നമ്മെ പിടികൂടിക്കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന ജീവിതം അത് ധന്യമാകണം. ആ ധന്യമായ ഒരു ജീവിതത്തിലേക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ശിഷ്ടകാലം, ബാക്കിയുള്ള ജീവിതം പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കണം എന്ന് നമ്മളെല്ലാവരും ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. എപ്പോഴും എവിടെ വെച്ചും നമുക്കറിയില്ല നമ്മെ മരണം എങ്ങനെ പിടികൂടും, എവിടെ വെച്ച് പിടികൂടും എന്നതിനെ സംബന്ധിച്ച്. എന്നാണ് നമ്മുടെ ആയുസ്സിൻ്റെ അന്ത്യം എന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ ശിഷ്ടജീവിതത്തെ നമ്മൾ ധന്യമാക്കുക, പടച്ചവൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ തിരിച്ചുവിടുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിയത് അതാണ്. എല്ലാവരും മരിക്കും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമിൽ ഖിയാമ. നാം ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങളുടെ പ്രതിഫലം എന്താണോ അതന്ന് നമുക്ക് തീർച്ചയായിട്ടും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു നാളുണ്ട്. ആ നാളിനെ നമ്മൾ അല്പം ഭയത്തോടെ തന്നെ കാണേണ്ടതുണ്ട്, പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ആ നാളിന് വേണ്ടി ഞാൻ എന്ത് ചെലവഴിച്ചു അല്ലെങ്കിൽ എന്ത് പ്രവർത്തിച്ചു എന്നൊരു കണക്ക് നോക്കേണ്ട ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എല്ലാവരും ഒന്ന് പിന്തിരിഞ്ഞു നോക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ സൽക്കർമ്മം എന്ത് ചെയ്തു, ദുഷ്കർമ്മം എന്ത് ചെയ്തു, എന്നിട്ട് സൽക്കർമ്മത്തെയും ദുഷ്കർമ്മത്തെയും നമ്മൾ ഒരു കണക്കെടുപ്പിലൂടെ മനസ്സിലാക്കി റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ചെയ്ത സൽക്കർമ്മത്തെ നീ സ്വീകരിക്കണേ എന്ന്. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു വിഷയം. നാം ചെയ്ത സൽക്കർമ്മത്തെ, ഞാൻ ചെയ്ത സൽക്കർമ്മത്തെ നീ സ്വീകരിക്കണേ റബ്ബേ, എൻ്റെ ദുഷ്കർമ്മങ്ങളെ നീ പുറത്ത് മാപ്പാക്കണേ എന്ന് നിരന്തരം റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമിൽ ഖിയാമ, അന്ത്യദിനത്തിൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലങ്ങളെ പൂർത്തീകരിക്കുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ നാം ഇവിടെ വെച്ച് ചെയ്ത ഏതൊരു പ്രവർത്തനത്തിൻ്റെയും പൂർത്തീകരണം നടക്കുന്നത് അവിടെ വെച്ചാണ്. അതുകൊണ്ട് വമൻ സുഇസിയ അനിന്നാരി ഫഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്നും അകറ്റപ്പെട്ട് ആര് സ്വർഗത്തിൽ പ്രവേശിക്കുന്നുവോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. അങ്ങനെ നരകത്തിൽ നിന്നും അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന മുഅ്മിനുകളായിത്തീരണം നമ്മൾ, മുത്തഖികളായിത്തീരണം നമ്മൾ. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. വമൽ ഹയാത്തു ദുനിയ ഇല്ല മത്താഉൽ ഖുറൂർ. ഈ വചനം അവസാനിപ്പിക്കുന്നത് നമ്മോടുള്ള ഒരു താക്കീതാണ്. ആ താക്കീത് വമൽ ഹയാത്തു ദുനിയ ഇല്ല മത്താഉൽ ഖുറൂർ എന്ന്. ഈ ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന, വഞ്ചന നടത്തുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. അത് കബളിപ്പിക്കുകയും വഞ്ചിപ്പിക്കുകയും ചെയ്യുന്ന വിഭവങ്ങളടങ്ങിയ ഈ ലോകത്ത് നാം ഈമാനോടുകൂടെ, ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നാം തയ്യാറാവണം. അതിനുവേണ്ടി നാം പ്രയത്നിക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ആദരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലും സദസ്സിലുമുള്ള മാന്യ വ്യക്തിത്വങ്ങൾ, അള്ളാഹു നമ്മളെ ഇരുത്തം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
രണ്ട് മഹത്തായ കർമ്മങ്ങളാണ് ഇവിടെ നടന്നത്. നമുക്കറിയാം, ഒന്ന് ബിസ്മിയുടെ പ്രസിദ്ധീകരണത്തിലേക്ക് ഒരു പൊന്തൂവൽ കൂടി വന്നു. അതായത് ഇപ്പോൾ ഇന്നൊരു പ്രകാശനം ചെയ്യുന്ന പുസ്തകം നമ്മൾ പരലോകത്ത് രക്ഷപ്പെടുന്നതിനാവശ്യമായ എല്ലാ ചെറുതു മുതൽ വലിയ കാര്യങ്ങൾ വരെ ആ പുസ്തകത്തിൽ പ്രതിപാദനമുണ്ട്. നിങ്ങൾക്കറിയാം, ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ബിസ്മിയുടെ ഇതായിട്ടുണ്ട്. നമുക്കൊക്കെ അതിന്ന് ഇവിടെ ലഭ്യമാണ്, നമ്മുടെ ലൈബ്രറിയിൽ ലഭ്യമാണ്. ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിലൊക്കെ അവിടുന്ന് കിട്ടും. അപ്പം നമുക്ക് എങ്ങനെ പരലോകത്ത് രക്ഷപ്പെടാം, അത് മാത്രമാണ് അതിൻ്റെ ഒരു പിന്നിലുള്ളത്. അതിന് ഉതകുന്ന രീതിയിൽ ഓരോ സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ആ രീതിയിൽ ഓരോ പ്രസിദ്ധീകരണം നടക്കുന്നുണ്ട്. നമുക്കത് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ നമുക്കിന്നൊരു മൗലവിനെ തന്നെ കിട്ടി. ഇവിടെ സൂചിപ്പിച്ചു മിസ്കാത്തി മൗലവി. ആ കുറഞ്ഞ സമയത്തിൽ നമുക്കറിയാം, നമ്മളെ പ്രത്യേകിച്ച് ഒരുപാട് പ്രയാസത്തിനുള്ളിൽ അല്ലെങ്കിൽ പരീക്ഷണത്തിന് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ജീവിതത്തിലൊരു പുതിയ ഉണർവ്, നമ്മളൊക്കെ കേട്ട കാര്യങ്ങൾക്ക് തന്നെ ആണെങ്കിൽ കൂടിയിട്ട് ഇത് പ്രത്യേകിച്ച് ഈ മൗലവിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടപ്പോൾ അതൊക്കെ ഒരു ആവേശമാണ്. നമ്മൾ ഈ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് അവിടെ രക്ഷപ്പെടണം. ആ ഉതകുന്ന രീതിയിലുള്ള സംസാരമാണ് മൗലവിൻ്റെ ഭാഗത്തുണ്ട്. അദ്ദേഹത്തിന് ബിസ്മിയുടെ പേരിൽ നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ ഇന്ന് മറ്റൊരു ഘടന ആദരിക്കലാണ്. നമുക്കറിയാം, ബിസ്മിയുടെ ഇവിടെ ഫിസിയോതെറാപ്പി ക്ലിനിക്ക് ഉണ്ട്. നേരത്തെ വിശാഖയോട് സൂചിപ്പിച്ചു. അതിലൊരു വന്ന രോഗികളിൽ ഏകദേശം ഒരു 25% നോക്കാൻ ആളില്ല എന്നുള്ളത്. ആളുണ്ട്, പക്ഷേ നോക്കാൻ ആളില്ല. കുഴഞ്ഞു കിടന്നാൽ നേരത്തെ കാക്കവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു 10-34 വർഷം, അതും സഹോദരനല്ല, കിടപ്പിലാ സഹോദരൻ, പ്രത്യേകം ഒന്നി പറഞ്ഞ സംഗതിയാണ്. കാരണം ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. പ്രയാസങ്ങൾ, ഇത്തരം ആളുകളെ പ്രയാസങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് അറിയില്ല. നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ ഒരു 10-200ഓളം ആളുകളുണ്ട് നമ്മളെ ഭിന്നശേഷിക്കാൻ വേണ്ടി. പക്ഷേ ഒരു 100ഓളം കുടുംബങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഡേ കെയറിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവരോരോരുത്തോട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഈ പ്രയാസങ്ങൾ നിൽക്കുന്ന ആ സഹോദരനെ നോക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും അവർക്ക്, ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ഇപ്പോൾ നിങ്ങളെ മുന്നേ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ യാതൊരു മനക്ലേശം ഇല്ലാതെ നോക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യ പോലും മടിക്കണ ആ ഒരു സംഗതിയിൽ അത്രയും ഈ എഫേർട്ട് 34 വർഷം ചെറിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ആ സഹോദരിക്ക് എത്ര ആദരവ് കൊടുത്താലും, അതിനകത്തെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ അള്ളാഹു അവിടെ നല്ല ആദരവ് തരട്ടെ. അല്ല, അതെത്രയും പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുള്ളൂ. നമ്മൾക്കൊക്കെ ഇത് ഇവിടെ സംഘടിപ്പിച്ചതെന്ന് വെച്ചാൽ ഇതൊരു സന്ദേശമാണ്. കാരണം ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മെസ്സേജ് പുറത്തേക്ക് പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചടക്ക് സംഘടിപ്പിച്ചതും. പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ, കാരണം ഇവരൊക്കെ ഒരുപാട് വേദിയിൽ പോകുന്ന ആളാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു ഭിന്നശേഷി വീടുകൾ സന്ദർശിച്ചു എന്ന് പറഞ്ഞു. വലിയൊരു കാര്യമാണിത്. ഇത്തരം ആളുകളെ ഇടയിൽ പോയി ഇത്തരം പൊതുസമൂഹത്തിലുള്ള ആളുകളൊക്കെ ഇറങ്ങി വരുമ്പം അത് അവർക്കും ഒരു ആവേശമാണ്. കാരണം ഞങ്ങളൊക്കെ കൈകോർക്കാൻ ഇത്ര ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളൊരു ആ ഒരു സന്ദേശമാണ് പുറത്തേക്ക് എത്തിക്കുന്നത്. ഏതായാലും ആ ടീച്ചർക്ക് അതിൻ്റെ ഒരു ബിസ്മിൻ്റെ പേരിൽ നന്ദി പറയാണ്. ഏതായാലും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ബിസ്മിയുടെ പേരിൽ നന്ദി പറയാൻ